നൈറ്റി മെറ്റീരിയൽ ഡെയിലി വെയർ എന്നൊക്കെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ വരുന്നൊരു മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ്. തുടക്കത്തിൽ കോട്ടണിൽ മാത്രമായിരുന്നു നൈറ്റി ഉണ്ടായിരുന്നത്. പിന്നെ സിസ് കോട്ടനായി. ഇപ്പോൾ ആൽഫൈന്, അജ്രക്ക്, റയോണ്, ചുങ്കിടി അങ്ങനെ ഒരുപാട് മെറ്റീരിയലുകൾ വന്നാലും രാജാവിൻ്റെ കാട്ടിലെ രാജാവിൻ്റെ സ്ഥാനം സിംഹത്തിന് തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മളെ കോട്ടനുള്ള സ്ഥാനം അന്നും ഇന്നും അവിടെ തന്നെ ഉണ്ട്. ഏത് അജ്രക്ക് വന്നാലും ഏത് മോഡൽ വന്നാലും കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. ബാക്കി അജ്രക്കൊക്കെ പ്രായമുള്ളവർക്ക് പറഞ്ഞതല്ല, ഒരു ഇടത്തരം പ്രായമുള്ളൊരു ആളുകളുണ്ടാവും. അവർ കോട്ടൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവർക്ക് അജ്രക്കിൻ്റെത് കുത്തുന്ന കളറാണ്, അതുപോലെ ബാക്കിയുള്ളതൊക്കെ ചൊറിച്ചിലാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യക്കാർ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരിക കോട്ടനാണ്. അതുപോലെ നമ്മളെ ചേച്ചിമാരും ഒരുവിധം പേരൊക്കെ കോട്ടൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കോട്ടണിലുള്ള അടിപൊളി കളക്ഷൻസാണിത്. 4-5 മോഡലുണ്ട്. കൂടുതലും മിക്സ് ആൻഡ് മാച്ചുകളാണ്. മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയല്ല, അതൊരു മോഡലാണ്. അത് നമ്മൾ അലുവയും മത്തിക്കറി എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഏതും മിക്സ് ചെയ്താലും എന്താ പറയുക, അത് അതിലേക്ക് ചേരും. പക്ഷെ എന്നാലും ചിലത് മിക്സ് ചെയ്യുമ്പോൾ അത് ആ ഒരു നൈറ്റിയുടെ ഭംഗി കൂടും. പോക്കറ്റായിട്ട് വെക്കുന്നത്, അതുപോലെ 3 പീസ് നൈറ്റി, പോലെ പൈപ്പിംഗ് നൈറ്റി, അതൊക്കെ എന്താ പറയുക, ഓരോരോ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ചിലതിന് കൈ മാറ്റി വെച്ചിട്ട്, ചിലതിന് നെക്കിൻ്റെ പീസ് മാറ്റി വെച്ചിട്ട്, ചിലത് ഫ്രണ്ട് പീസും ബാക്ക് പീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട്, ചിലത് ഫ്രണ്ടിൽ 2 പീസാക്കിയിട്ട് ഒരു സൈഡൊന്നും ഒരു സൈഡും അങ്ങനെ ആക്കിയിട്ട്, അങ്ങനെ എല്ലാം മിക്സ് ആൻഡ് മാച്ചുകളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഓരോരോ പീസുകൾ ചേർക്കുമ്പോൾ ആ നൈറ്റിയുടെ ഭംഗി ഒന്നും കൂടി ഇരട്ടിയായിട്ട് മാറും. അതാണ് ഈ മിക്സ് ആൻഡ് മാച്ചിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ ഇത് ഒരു പീസ് പാൻറ്റും ഒരു പീസ് ടോപ്പും ആക്കിയിട്ട് അടിക്കുന്നവരുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പീസുകൾ പ്ലെയിൻ ഷോൾ എടുത്തിട്ട് ആ ഷോളിൽ വെച്ചിട്ട് അടിക്കുന്നവരുണ്ട്. 2 മാത്രമാക്കി ടോപ്പും പാൻറ്റും മാത്രമാക്കിയിട്ട് 2 പീസ് ആക്കിയിട്ട് അടിക്കുന്നവരുണ്ട്. അതിലേക്ക് ഷോളും കൂടെ എടുത്തിട്ട് അതിൽ ഏതെങ്കിലും പീസ് വെച്ചിട്ട് 3 പീസ് ആക്കിയിട്ട് പുറത്തേക്ക് ഇടുന്നവരുണ്ട്. ഇനി സെയിം മോഡൽ വെച്ചിട്ട് കോഡ് ഡ്രസ്സാക്കി അടിച്ചിട്ട്, ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോൾ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ കൊടുക്കും. ലാസ്റ്റൊക്കെ വരുമ്പോഴേ മിക്സ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഓരോ പീസ് 2 പീസൊക്കെ ഓരോ സെറ്റൊക്കെ ആകുമ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അവർ എല്ലാം മിക്സ് ആൻഡ് മാച്ചുകളായിട്ട് തന്നെ എടുത്തുന്നിട്ട് പരസ്പരം പെയറാക്കിയിട്ട് സെയിം മോഡലിൽ കോഡ് ഡ്രസ്സാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോഡ് ഡ്രസ്സിന് നല്ല ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ അടിക്കുന്നോ ആ രീതിയിൽ നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണോ, ചിലർക്ക് നൈറ്റി ക്ലോത്ത് കൊണ്ട് ടോപ്പ് അടിക്കേണ്ടത് വലിയ താല്പര്യം ഉണ്ടാവില്ല. ചിലർക്ക് നൈറ്റി ക്ലോത്ത് കൊണ്ടാകുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള നല്ലൊരു മൈൻഡ് ഉണ്ടാവും. ചിലർക്ക് കോളേജിലേക്ക്, അതുപോലെ ടീച്ചേഴ്സിനൊക്കെ വൈകുന്നേരം വരെ നിൽക്കാനുള്ളതല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഒക്കെ ഫോർമലായിട്ട് ഈ ഒരു കോട്ടൺ ആകുമ്പോൾ ചൊറിച്ചിൽ അത് ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുക. പലരും പല രീതിയിലാണ്. അതൊക്കെ നമുക്ക് ഒരാളുടെ മൈൻഡ്, ഒരാളുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കസ്റ്റമർ ഏത് രീതിയിലുള്ളതാണോ ചോദിക്കേണ്ടത്, അപ്പോൾ ആ രീതിയിലുള്ളത് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മളെ കസ്റ്റമർ നമ്മളെ അടുത്തുനിന്ന് മാറാതെ ഇരിക്കുള്ളൂ. ഇത് വേറൊരു മിക്സ് ആൻഡ് മാച്ചാണ്. ഇതൊക്കെ യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ്. യൂണിവേഴ്സൽ, ശൈലജ, ഭാരത്, വർദ്ധമാൻ്റെത് സ്റ്റോക്കില്ല. വർദ്ധമാൻ്റെത് വർദ്ധമാൻ്റെ ഒക്കെ അതേ സെയിം ക്വാളിറ്റി തന്നെയാണ് ഈ മെറ്റീരിയലൊക്കെ വരുന്നത്. വർദ്ധമാനിൽ ഞാൻ ബ്രാൻഡ് മാത്രമല്ല നോക്കുക, അതിൻ്റെ കൂടെ ഭംഗിയും കൂടി നോക്കും. എന്ന് വെച്ചിട്ട് ബ്രാൻഡ് നോക്കൂല എന്നല്ല, ഈ കമ്പനികൾ മാത്രമാണ് എടുക്കുക. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് ശൈലജ, ഭാരത്, യൂണിവേഴ്സൽ, വർദ്ധമാൻ, ഓംകാർ, രാഹുൽ, നീലം ടെക്സോ പ്രിൻ്റ്, നീലം, രാഹുൽ ടെക്സോ പ്രിൻ്റ്, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. പക്ഷേ രാഹുലും ഓംകാറും ഇപ്പോൾ കയറി പോകുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കുറച്ചായിട്ട് വരുന്നുണ്ട്. കളറ് പോവുക, പ്രിൻ്റ് പോവുക, കീറുക, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് ഇറക്കം കുറഞ്ഞിട്ട് ചുരുങ്ങി പോകുന്നുണ്ട് എന്ന് ചെറിയൊരു കംപ്ലൈൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ആ 2 മെറ്റീരിയൽ ഇപ്പോൾ എടുക്കാറില്ല. ഇത് ഭാരതിൻ്റെ മെറ്റീരിയലാണ്. നല്ല അടിപൊളി പീസുകളാണ്.
നൈറ്റിയൊക്കെ അടിച്ചിട്ടാലൊരു എന്താ പറയുക, ഒരു ലെജൻഡ് ലുക്ക് ഉണ്ടാവും. ചില ക്ലോത്തുകൾ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാവും, പക്ഷെ അത് നൈറ്റി അടിച്ചിട്ടാൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ ചില ക്ലോത്തുകളുണ്ടല്ലോ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും ഇതെന്താന്ന്. ഇതൊക്കെ കോഡ് ഡ്രസ്സിനാണ് കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത്. ഈ ഒരു മോഡൽ നമ്മളെ നാട്ടിൽ ഇറക്കിയ പോക്കിന് തന്നെ കോഡ് ഡ്രസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള കളറുകൾ ഇതാണ്. ഇഷ്ടം പോലെ പീസുകളുണ്ട്, 280 പീസുകളുണ്ട്. വേണമെന്നുള്ളൊരു വേഗം വരിക. 290 പീസുകളാണ്, 320 56 സൈസ് നൈറ്റി അടിക്കാനാണ് ഇതുണ്ടാവുക. 92 078 15 205 ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആൽഫേൻ്റെ പീസുകൾ ഇനി ഒരു 30 പീസുകളോളം ബാക്കിയുള്ളൂ. അതുപോലെ ഷാൾ നൈറ്റികൾ മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. അജ്രക്കിൻ്റെ പീസുകൾ കുറച്ചുകൂടെ ഉണ്ട്, അത് വേണ്ടവർക്ക് അത് വരാം. മസ്ലിൻ ക്ലോത്ത് വന്നിട്ടില്ല, ഇന്നലെ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ഞാൻ വീഡിയോ ഇടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്യുക, അപ്പോൾ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഒരുവിധം പേരുടെയൊക്കെ മെസ്സേജ് അയക്കുന്നവരുടെ ഞാൻ സേവ് ചെയ്യാറുണ്ട്. ചിലർ നല്ലൊരു ചേച്ചി വന്നിട്ട് പറയാം, നിങ്ങൾ വീഡിയോ ലാസ്റ്റേ കാണുള്ളൂ, ഞങ്ങൾ കാണുമ്പോഴൊക്കെ തിരവായിട്ടുണ്ടാവും, ഫസ്റ്റ് കിട്ടണം, അപ്പോഴാണ് നല്ലത് കിട്ടും. അത് നമ്മളെ ഡയറക്റ്റായിട്ടുള്ള കസ്റ്റമേഴ്സും പലരും പറയുന്നതാണ്, എന്താ പറയുക, ഈ തിരവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത് എന്നല്ലേ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെറ്റീരിയൽ ഇറക്കുമ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യത്തേത് ചിലപ്പോൾ 1-2 ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തിട്ട് അവിടെ വെക്കും. എന്നിട്ട് ആദ്യം സെയിലാവുക കഴിഞ്ഞ പ്രാവശ്യത്തേതാണ്. എന്നിട്ട് ഈ വരുന്നവർ പറയലെന്താ, തിരവായിട്ടുണ്ടാവും, ഇന്നോട് ആദ്യം പറയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കസ്റ്റമേഴ്സ് വഴക്കുണ്ടാക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും വരും. എന്നിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബാക്കിയുള്ളത് എടുത്തിട്ട് ഒറ്റ പോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ആയപ്പോൾ ഇവർ വന്നു നോക്കിയിട്ടുണ്ടാവും, ഇതൊക്കെ തിരവാലേന്നും പറഞ്ഞ് പോയ ആൾക്കാരാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ തന്നെ എടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല എപ്പോഴും കിട്ടാത്ത മോഡൽ കളറുകളാണ്. അപ്പം ഇനി മടിച്ച് നിൽക്കണ്ട, വേഗം നോക്കിക്കോളി. ഇതിലുള്ള ഈ 92 078 15 205 നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ കറക്റ്റുള്ള ഫോട്ടോസ് അയച്ചു തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിക്കറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക, അഡ്രസ്സ് വിടുക. പോസ്റ്റ് വഴി 3-ാം ദിവസം അതല്ലെങ്കിൽ 4-ാം ദിവസം കയ്യിലെത്തും. ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ദിവസം അവിടുന്ന് സാധനം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നേരം വൈകുള്ളൂ. അതല്ലെങ്കിൽ കറക്റ്റ് ദിവസം കിട്ടും. കൊറിയർ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും, പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ വീട്ടിലെത്തിക്കൂല. പോസ്റ്റ് ആകുമ്പോൾ ഒരുവിധമൊക്കെ അവർ വീട്ടിലെത്തിച്ചേരും. പിന്നെ പോസ്റ്റിനേക്കാളും ചാർജും കൂടുതലാണ് കൊറിയറിന്. അപ്പോൾ അതും എക്സ്ട്രാ വരും. അതിനേക്കാളും നല്ലത് ഇതാവും, ഒന്ന് വൈകിയാലും വീട്ടിലെത്തിച്ചേരും. ചില ആളുകൾ പറയാറുണ്ട് പോസ്റ്റ് പോയാൽ വീട്ടിലെത്തിക്കൂലെന്ന്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഇതിലും നമ്പറും ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ അവരിങ്ങനൊരു സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വന്ന് വാങ്ങാൻ വരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുക, നമുക്ക് പോസ്റ്റ് ഓഫീസിൽ വരുന്ന സാധനങ്ങൾ നമ്മളെ വീട്ടിലെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം മെസ്സേജ് അയക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തിടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും താല്പര്യ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് കമൻ്റ് ആയിട്ടിടുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.